നമ്മൾ വെബ്സൈറ്റ് ഓഡിറ്റിനകത്ത് അസറ്റ് മിനിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അസറ്റ് മനസ്സിലാക്കണം. വെബ്സൈറ്റ് ലോഡാകാനായിട്ട് ഉപയോഗിക്കുന്ന CSS ജാവാസ്ക്രിപ്റ്റ് ഫയലുകളെ പറയുന്നതാണ് അസറ്റുകൾ. ഈ അസറ്റ് ഫയലുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഒരു വെബ് പേജ് കൃത്യമായിട്ട് ഓപ്പൺ ആയി ഒരു യൂസറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഭംഗിയുള്ള രീതിയിലൊക്കെ ആകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ അസറ്റ് ഫയലുകൾ മിനിഫൈഡ് ആകുന്നത് വഴി അല്ലെങ്കിൽ മിനിഫൈഡ് ആക്കുന്നത് വഴി അസറ്റ് മിനിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് വഴി വെബ്സൈറ്റിന്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്തുമ്പോൾ ലോഡിംഗ് ടൈം മെച്ചമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്വിക്കായിട്ട് ലോഡാകുന്ന വെബ്സൈറ്റുകളെ ഗൂഗിൾ എന്ത് ചെയ്യാറുണ്ട്? കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നമുക്കറിയാം SEO എന്നുള്ള പ്രോസസ്സിനകത്ത് നമ്മളെ വെബ്സൈറ്റ് കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വിശ്വാസ്യത നേടിയെടുക്കുക, അതിനുള്ള ഒരു എലിജിബിലിറ്റി നേടിയെടുക്കുക, ഇതൊക്കെ SEOയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ടെക്നിക്കൽ SEO എന്ന് പറയുന്ന ഏരിയക്കകത്ത് വരുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അസറ്റ് ഫയലുകളെ മിനിഫൈഡ് ആക്കി ഉപയോഗിക്കുക എന്നുള്ളത്. എങ്ങനെ മിനിഫൈഡ് ആക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന CSS ഫയലുകളെ കംപ്രസ് ചെയ്തോ, നമ്മൾ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയലുകളിൽ ആവശ്യമില്ലാത്ത സ്ക്രിപ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റും കോഡുകളും മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ അസറ്റ് ഫയലുകളുടെ സൈസ് ക്രമാതീതമായി കുറയും. അങ്ങനെ ക്രമാതീതമായി സൈസ് കുറയുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ഒരു യൂസറിന് നമ്മളെ സെർവറിൽ നിന്ന് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ സമയവും നമുക്ക് ഒരു നല്ല പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് ലോഡാകും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ anna.com എന്നുള്ള വെബ്സൈറ്റ് ഒരു യൂസർ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ബ്രൗസർ എടുത്തിട്ട് ബ്രൗസറിന്റെ URL അടിക്കുന്ന പോർഷനിൽ anna.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ നിന്നും anna.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് നടക്കുന്ന സെർവറിലേക്ക് നെയിം സെർവർ വഴി ഒരു റിക്വസ്റ്റ് പോകും. ആ റിക്വസ്റ്റ് ചെന്നിട്ട് അന്നയുടെ വെബ്സൈറ്റ് എവിടെയാണോ ഏത് സെർവറിലാണോ ഹോസ്റ്റ് ചെയ്ത് കിടക്കുന്നത് ആ സെർവറിൽ നിന്ന് അതിൻ്റെ ഫയൽസിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ആ റിക്വസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ ബ്രൗസർ അതിനെ റണ്ടർ ചെയ്ത് കാണിക്കുക. ഇതൊക്കെ സെക്കൻഡുകളുടെ ഇടയിൽ നടക്കുന്നതാണ്. നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി അതിൻ്റെ അഡ്രസ്സ് അടിക്കുമ്പോഴത്തേക്ക് 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഓപ്പൺ ആകുന്നില്ലേ? ഈ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ ബ്രൗസറിനകത്ത് റിക്വസ്റ്റ് കൊടുക്കും. ബ്രൗസറിൽ നിന്ന് അതിൻ്റെ നെയിം സെർവർ വഴി സെർവറിലേക്ക് റിക്വസ്റ്റ് ചെല്ലും. anna.com എന്നുള്ള വെബ്സൈറ്റ് ഏത് സെർവറിലാണോ ഹോസ്റ്റ് ചെയ്ത് കിടക്കുന്നത് ആ സെർവറിലേക്ക് നെയിം സെർവർ വഴി റിക്വസ്റ്റ് ചെല്ലും. റിക്വസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫയൽസ് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഫയലുകളെ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ആളിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതിനെ ബ്രൗസർ റെൻഡർ ചെയ്ത് കാണിക്കും. 3-4 സെക്കൻഡിനുള്ളിലാണ് ഇത് നടക്കുക. ഈ 4 സെക്കൻഡിനുള്ളിൽ anna.com ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി അന്നയുടെ വെബ്സൈറ്റിന്റെ അസറ്റ് ഫയലുകളെല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 2 MB ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ലോഡാവാൻ 4 സെക്കൻഡ് എടുത്തു. എന്നാൽ അന്ന എന്ത് ചെയ്തു? അന്നയുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതിലേക്ക് വേണ്ടി പെർഫോമൻസ് എന്നുള്ള ഏരിയക്കകത്തുള്ള അസറ്റ് മിനിഫിക്കേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. പെർഫോമൻസ് എന്നുള്ള ഏരിയക്കകത്തുള്ള അസറ്റ് മിനിഫിക്കേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അന്ന സ്ക്രീൻ കാണാമോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ഊറാങ്കിന്റെ പ്ലഗിൻ ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വെബ്സൈറ്റ് അനാലിസിസും വെബ്സൈറ്റിന്റെ ഓഡിറ്റുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വെബ്സൈറ്റിന്റെ ഓഡിറ്റിന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെബ്സൈറ്റിന്റെ അസറ്റ് മിനിഫിക്കേഷൻ എവിടെ വരുന്ന കണ്ടോ? പെർഫോമൻസ്. അതായത് നമ്മൾ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പച്ചയാണ് കെട്ടിക്കുന്നത്. പച്ച കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം ഇതിനകത്തുള്ള അസറ്റുകളൊക്കെ മിനിഫൈഡ് ആണ്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന CSS ജാവാസ്ക്രിപ്റ്റ് ഫയലുകളൊക്കെ മിനിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ പച്ച കാണിക്കും. അപ്പം അസറ്റ് മിനിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മളെ വെബ്സൈറ്റിന്റെ അസറ്റ് ഫയലുകളൊക്കെ മിനിഫൈഡ് ആയി അല്ലെങ്കിൽ അത് വളരെ ക്വിക്കായിട്ട് ലോഡാവുന്ന രീതിയിൽ എൻ്റെ സൈസ് ലഘൂകരിക്കപ്പെടും. അപ്പോൾ അത് നമ്മളെ വെബ്സൈറ്റിന്റെ ലോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വെബ്സൈറ്റിന്റെ ലോഡിങ് മെച്ചപ്പെട്ടാൽ, നേരത്തെ 4 സെക്കൻഡ് എടുത്തിരുന്ന വെബ്സൈറ്റ് 2 സെക്കൻഡിൽ ലോഡായാൽ ശരിക്കും അത് യൂസറിന് ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കും, ഇല്ലേ? നമ്മൾ ഓപ്പൺ ആക്കുന്ന സൈറ്റ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കും, കുറേ സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ അടുത്തുള്ള വിശ്വാസ്യത കുറയാൻ സാധ്യത ഉണ്ട്. ആ വിശ്വാസ്യത
കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള വെബ്സൈറ്റുകളെ ഗൂഗിൾ എന്ത് ചെയ്യത്തില്ല, മനഃപൂർവ്വം പ്രൊമോട്ട് ചെയ്യത്തില്ല ഗൂഗിളിനകത്ത്. അപ്പം നമ്മൾ റാങ്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് വെബ്സൈറ്റിന്റെ ലോഡിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. ലോഡിംഗ് ടൈം മെച്ചപ്പെട്ട അല്ലെങ്കിൽ അത് വളരെ ക്വിക്കായിട്ട് ലോഡ് ചെയ്യുന്ന ഒരു മിന്നൽ പോലെ ലോഡാവുന്ന വെബ്സൈറ്റുകളെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് SEOയ്ക്ക് നല്ലതാണെന്നും മനസ്സിലാക്കുക. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് അന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അന്ന ട്രൈ ചെയ്യൂ. അന്ന പോയോ? അന്ന കേൾക്കുന്നുണ്ടോ? അന്ന മെറിയം? ഹലോ, പറഞ്ഞോ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് പറഞ്ഞേ. കേട്ടില്ലായിരുന്നോ? എനിക്കിവിടെ റേഞ്ച് കുറവായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മളെ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് ലോഡാകുന്ന രീതിയിലാകുന്നതോടെ നമ്മളെ വെബ്സൈറ്റ് റാങ്കിങ്ങിന് ബെറ്റർ ആകാനുള്ള സാധ്യത കൂടുമെന്നാണ്. അതായത് ഇപ്പോൾ 2 വെബ്സൈറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യണം. അഞ്ജലി.comഉം അന്ന.comഉം. ഈ 2 വെബ്സൈറ്റുകളിൽ ഏത് വെബ്സൈറ്റ് ആണോ വളരെ ക്വിക്കായിട്ട് ലോഡാകുന്നത് ആ വെബ്സൈറ്റിന് റാങ്കിങ്ങിനുള്ള പരിഗണന കൂടുതൽ കിട്ടും. ഉദാഹരണത്തിന് അഞ്ജലിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഒരു 8 സെക്കൻഡ് എടുക്കുന്നു, അന്ന.com ഓപ്പൺ ആക്കാൻ വേണ്ടി വെറും 2 സെക്കൻഡ് എടുക്കുന്നുള്ളെങ്കിൽ ഒരു പരിധിവരെ അന്നയുടെ വെബ്സൈറ്റിനെ ഗൂഗിളിന് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ അന്ന? യെസ് സർ. ഓക്കെ. ഇനി നമ്മൾ അസറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അസറ്റ് മിനിഫിക്കേഷൻ, ചില മിനിഫൈഡ് അല്ലാത്ത അസറ്റുകളുള്ള വെബ്സൈറ്റ്, ഉദാഹരണത്തിന് ഞാനിപ്പം തെരേസാസ്, നമ്മൾ കോളേജിന്റെ വെബ്സൈറ്റ് എടുക്കാം. കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ടോ, ഞാൻ ഓപ്പൺ കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രോസസ്സ് നടന്നു? എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഈ ബ്രൗസറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് സെരേസാസ്, അതായത് കോളേജിന്റെ വെബ്സൈറ്റ് ലോഡായി കിടക്കുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന സെർവറിലേക്ക് റിക്വസ്റ്റ് പോയി അവിടെ നിന്ന് ഈ ഫയലുകൾ, ഇതുപോലത്തെ ഈ വീഡിയോ, ഇതെല്ലാം ഞൊടിയിടയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് എൻ്റെ ബ്രൗസറിന് അത് റെൻഡർ ചെയ്ത് കാണിക്കുന്ന പ്രോസസ്സാണ് ചെയ്തത്. ഇപ്പോൾ ഇതൊരു 3 സെക്കൻഡ് 4 സെക്കൻഡ് എടുത്തെന്ന് ചോദിച്ചു ഈ സൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ നമ്മുടെ വെബ്സൈറ്റ് ഓഡിറ്റിന്റെ ഊറാങ്ക് ഓഡിറ്റിന്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്കോർ കണ്ടോ, 100ൽ 67 മാർക്കേ കോളേജിലുള്ളൂ. നമ്മൾ നേരത്തെ നോക്കിയതിന് 72 ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ സ്കോർ കുറയുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടോ, XML ഫയല് എന്തോ പ്രശ്നമുണ്ട്. വി ഫൗണ്ട് എ സൈറ്റ് മാപ്പ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് റെക്കമെൻഡ് ടു ആഡ് ഇറ്റ് ഇൻ ടു robots.txt ഫയൽ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് സെക്കൻഡ് സെഷനിനകത്ത് നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതെന്താണെന്ന്, ഇത് സിമ്പിളാണ്. നമ്മളെ robots.txt ഫയലിനകത്ത് നമ്മളെ സൈറ്റ് മാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വാണിംഗ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെന്താണ് ഒരു സംഭവം, സൈറ്റ് മാപ്പ് വാലിഡിറ്റി പറയുമ്പോൾ ഫോളോയിങ് സൈറ്റ് മാപ്സ് ഡു നോട്ട് ഹാവ് എ വാലിഡ് സ്ട്രക്ചർ. ദൈവമേ, ഇതാരാണ് സൈറ്റ് മാപ്പ് ആയിട്ട് ആഡ് ചെയ്തേക്കണമെന്ന് മനസ്സിലായില്ല. ഇത് സൈറ്റ് മാപ്പ് അല്ലല്ലോ, നമ്മളെ വെബ്സൈറ്റിന്റെ അഡ്രസ് ആണല്ലോ. ഇതാരോ സൈറ്റ് മാപ്പിനകത്ത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2 സംഗതികൾ നമുക്ക് ഇന്ന് സോൾവ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ രണ്ടാമത്തെ പകുതിയിൽ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്യണത് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ എന്താണ്, അണ്ടർസ്കോർസ് URLsകളിലുണ്ട്. ഇതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കുന്ന ഏതൊക്കെയോ ഫയലിനകത്ത് അണ്ടർസ്കോർ ഇട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു അപ്ലോഡിനകത്ത് ഏതൊരു PDF ഫയലാണെന്ന് തോന്നുന്നു. ഈ 2 അപ്ലോഡ്സ് കിടക്കുന്ന ഫയലുകൾ ആരോ സേവ് ചെയ്തപ്പം അണ്ടർസ്കോർ കൊടുത്തുപോയി. അണ്ടർസ്കോർ കൊടുക്കാതെ ഹൈഫൺ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ടാപ്പ് ടാർഗറ്റ്സ്, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇത് വേറെ ഒന്നുമല്ല, വെബ്സൈറ്റിനകത്ത് നിന്ന് മെനു കിടക്കുന്ന ഏതൊക്കെയോ ടാപ്പ് ടാർഗറ്റ്സ് ഇന്നർ പേജുകളിലേക്ക് പോകാനുള്ള ടാപ്പ് ടാർഗറ്റ് സ്പേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് സ്പേസ് ചെയ്യാതെ കിടക്കുമ്പോൾ എന്താ, ആൾക്കാർ ടച്ച് ചെയ്യുമ്പോൾ ഇന്നർ പേജുകളിലേക്ക് പോകുന്നതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും, ഓവർലാപ്പ് ചെയ്തൊക്കെ കിടപ്പോ. ഇത് നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോകോൾ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. OG നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ഓപ്പൺ ഗ്രാഫ് ഒപ്റ്റിമൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചതാണ്. അപ്പോൾ അത് ഇതിനകത്ത് ചെയ്തിട്ടില്ല. ട്വിറ്റർ കാർഡ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ 2-3 സംഗതികൾ ചെയ്യുമ്പോൾ തന്നെ കോളേജിന്റെ വെബ്സൈറ്റിന്റെ ഗ്രേഡ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ SSL സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. SSL സർട്ടിഫിക്കേഷൻ കണ്ടോ, അതിനകത്ത് വെബ്സൈറ്റിനകത്ത് SSL സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ HSTS എന്ന് പറഞ്ഞ സംഗതി ഇനേബിൾ ചെയ്തിട്ടില്ല. എന്താണ് HSTS എന്ന് കഴിഞ്ഞ ക്ലാസ്സിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ ഇന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു 10:30 കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് വന്നിട്ട് അതിന് കഴിഞ്ഞിട്ടുള്ള ശേഷം നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ സോൾവ് ചെയ്ത് നമ്മളെ കോളേജിനെ ഒന്ന് 69 എന്നുള്ള സ്കോറിനെ മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചമായിരിക്കും.
ഇനി ഇവിടെ ഇമേജ് ഒപ്റ്റിമൈസേഷനെ പറ്റി പറയുന്നുണ്ട്. സം ഇമേജസ് ആർ എൻകോഡ്, സം ഇമേജസ് ആർ നോട്ട് എഫിഷ്യൻ്റ്ലി എൻകോഡഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സം ഇമേജസ് ആർ നോട്ട് യൂസിങ് നെക്സ്റ്റ് ജെൻ ഫോർമാറ്റ്. അതായത് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള സോറി ജെപെഗ് പോലെയുള്ള JPG, അതുപോലെ PNG പോലെയുള്ള ഇമേജസ് ഉപയോഗിക്കുന്നുണ്ടാകും. അതിനെ വെബ് ആക്കി കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന് സമയം കിട്ടണമെന്ന് അറിയത്തില്ല. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലും ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഔട്ട്, ഷിഫ്റ്റ് സ്കോർ, ഇതൊക്കെ ഡെവലപ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. LCP സ്കോറൊക്കെ. അപ്പോൾ നമുക്ക് അതിനകത്ത് വലുതായിട്ട് കയറത്തേണ്ട ആവശ്യമില്ല. ഇത് കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് സിമ്പിളാണ്. ഇവിടെ റെഡ് കളറിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ ഒരു അതായത് വൈറ്റ് കളറിലുള്ള ഫോണ്ട് കിടപ്പുണ്ട്. അതിൻ്റെ കോൺട്രാസ്റ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് 4.22 ആയിപ്പോയി റേഷ്യോ. കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നതും അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ടെക്സ്റ്റ് ഏരിയയുടെയും കോൺട്രാസ്റ്റ് റേഷ്യോ വന്നത് കുറഞ്ഞു പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ കുറഞ്ഞു വന്ന കോൺട്രാസ്റ്റ് റേഷ്യോ നമുക്ക് മെച്ചപ്പെടുത്താം. അപ്പം എന്താണ് അവിടെ മനസ്സിലാക്കണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ് ആണ്. ആ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന അതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഫോൺ കളർ വൈറ്റ് ആണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ വൈറ്റ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ആക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഈ റെഡ് കുറച്ചുകൂടെ ഒരു പോയിന്റ് കൂടെ ഡാർക്ക് ആക്കാൻ പറ്റുമോ നോക്കുക. അപ്പം എക്സ്പെക്ട് ചെയ്യുന്ന കോൺട്രാസ്റ്റ് എത്രയാണ്? 4.5 ആണ്. എന്നാൽ റേഷ്യോ എത്രയാണ്? 4.22 ഉള്ളൂ. അപ്പോൾ ഈ റെഡ് കളർ ഒരു ചെറുതായിട്ട് കൂടെ, ഒരു ശകലം കൂടെ ഡാർക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വൈറ്റ് ഇനി കുറച്ചുകൂടെ ലൈറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ, ചിലപ്പോൾ ഇത് മാക്സിമം ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ആണ് കിടക്കണമെങ്കിൽ ആ വൈറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഡാർക്ക് കളർ കുറച്ചുകൂടെ ഡാർക്ക്, അതായത് ഈ റെഡ് കളർ കുറച്ചുകൂടെ ഡാർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഫോണ്ട് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ ഫോണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളർ ആകണം. അതുപോലെ തന്നെ ഡാർക്ക് കളർ ഫോണ്ടാണ് കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യണം? ലൈറ്റ് കളർ ആകണം. നോർമലി നമുക്ക് ഒരു ലോജിക്കലി പറയാവുന്ന കാര്യം. അങ്ങനെ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു ഡാർക്കിൻ്റെയും അതിൻ്റെ പുറത്ത് വരുന്ന ലൈറ്റ് കളറിലുള്ള ഈ ഫോണ്ടിൻ്റെയും റേഷ്യോ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4.22 ഉള്ളൂ. 4.22:1 ആണ് ഉള്ളത് ഇപ്പോഴുള്ളത്. അത് 4.5:1 ആക്കാൻ പറ്റുകയാണെങ്കിൽ മെച്ചമാക്കാൻ പറ്റും. ഇനി നോക്കിയേ, ഈ സംഗതി ആണെങ്കിൽ നമുക്ക് ഇത് എവിടെയാണ് കിടക്കണമെന്നല്ലോ, വ്യൂ ഓൾ ന്യൂസ് എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കണം. വ്യൂ ഓൾ ന്യൂസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇതിനകത്ത് ഉണ്ടാകും. നമുക്ക് നോക്കാം. വ്യൂ ഓൾ ന്യൂസ് എന്ന് പറയുന്ന സാധനം, വ്യൂ ഡീറ്റെയിൽസ് ഉണ്ട്. വ്യൂ ഓൾ ന്യൂസ് എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കാം. വ്യൂ ഓൾ ന്യൂസ് എന്ന് എവിടെയോ, വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ എവിടെയും കിടപ്പുണ്ടോ? റീഡ് മോർ, നിക്കേ, ഫൈൻഡ് വ്യൂ ഓൾ ന്യൂസ് എവിടെ കിടക്കണമെന്ന് മനസ്സിലാവില്ല. ന്യൂസ്, വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞ സാധനം കാണുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയിൽ എവിടെയെങ്കിലും കണ്ടോ? ഡാർക്ക് കളറിലുള്ളൊരു ബട്ടണാണ് വ്യൂ ഓൾ ന്യൂസ്. എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. URL സോഡൊക്കെ കഴിഞ്ഞ് താഴട്ടോ എവിടെയാണ്? നമ്മൾ കോൺട്രാസ്റ്റിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ കോൺട്രാസ്റ്റ് പോർഷനിൽ വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. വ്യൂ ഓൾ ന്യൂസ് എന്നാണ് കിടക്കുന്നത് എലമെൻറ്റ്. അതെവിടെയാണെന്ന് എനിക്ക് ഈ പേജിനകത്തുനിന്ന് കണ്ടെത്താൻ പറ്റില്ല. വ്യൂ ഓൾ എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ട്. റീഡ് മോർ കിടപ്പുണ്ട്. റെഡ് കളർ വ്യൂ മോൾ കിടപ്പുണ്ട്. വ്യൂ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ എവിടെയും കിടപ്പുണ്ടോ? റെഡ് ബട്ടൺ ഇല്ല. ആ റെഡ് ബട്ടൺ കുറച്ചുകൂടെ ഡാർക്ക് ആക്കിയാൽ സംഭവം നടക്കും. പക്ഷേ ഈ പേജിനകത്ത് എവിടെയാണ് കിടക്കുന്നത്? ചിലപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അനൗൺസ്മെന്റ്, ന്യൂസ്, കോളേജ് ന്യൂസ് എന്ന സാധനം കിടപ്പുണ്ട്. വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ എവിടെയും കിടപ്പുണ്ടോ? ആൻഡ് വ്യൂ, ആ കൂടെ 4 വ്യൂ ആണുള്ളത്. 1, 2, 3, 4. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും വ്യൂ ഓൾ ന്യൂസ്. പക്ഷെ വ്യൂ ഓൾ എന്നേ കിടപ്പുള്ളൂ. ഇനി ഇതാണെന്ന് വിചാരിച്ചോ, ഇതാണ് നമ്മളെ ബട്ടൺ എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഡാർക്ക് റെഡിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുക്കുക.
ഇൻസ്പെക്ട് കൊടുത്തിട്ട് അതുകൊണ്ട് ഈ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പം ഇതിൻ്റെ സ്കോർ ബെറ്റർ ആണ്. 9 പോയിന്റ് ഉണ്ട്, കോൺട്രാസ്റ്റ് റേഷ്യോ 9.8 ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ അല്ല. ഇതുപോലെ വേറെ ഏതോ കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് 19.42 ഉണ്ട്. നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ ഉള്ള സ്ഥലങ്ങളാണ് ആ കണ്ട ബട്ടണൊക്കെ. ഇത് കണ്ടോ 9.8 ഉണ്ട്, റീഡ് മോറിനകത്ത് 9.8 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു വ്യൂ മോർ ന്യൂസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ 9.8 ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ട്. കൂടുതലാണെങ്കിലേ ഉള്ളൂ, കോൺട്രാസ്റ്റ് റേഷ്യോ കൂടുതലുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് എവിടെയെങ്കിലും വ്യൂ മോർ ന്യൂസ് എന്ന് കിടക്കുന്ന ഒരു ബട്ടൺ ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. റീഡ് മോർ ഒക്കെ ഉണ്ട്, അതൊക്കെ കോൺട്രാസ്റ്റ് റേഷ്യോ നല്ലതാണ്. നല്ല അപ്പം നമുക്ക് കോൺട്രാസ്റ്റ് റേഷ്യോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇവിടുത്തെ കോൺട്രാസ്റ്റ് റേഷ്യോ എത്രയെന്ന് കാണിക്കില്ല, ബട്ടണിൻ്റെ കാണിക്കില്ല, ഈ ബട്ടണിൻ്റെ കാണിക്കുന്നുണ്ട്. കണ്ടോ, കോൺട്രാസ്റ്റ് റേഷ്യോ 9. അക്സസിബിലിറ്റിയുടെ തൊട്ട് താഴെ കോൺട്രാസ്റ്റ് എന്ന് കിടക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അന്ന? അവിടെ 9.08 എന്നാണ് കാണിക്കുന്നത്. അതൊക്കെ നല്ലോണം കൂടുതലാണ്. അപ്പോൾ അവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പം പേജിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബട്ടണിലൊക്കെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇരിക്കുന്ന കളറും നമ്മൾ ടെക്സ്റ്റിൻ്റെ കളറും അതിനൊരു റേഷ്യോയിൽ വരണം, ഒരു കോൺട്രാസ്റ്റ് റേഷ്യോയിൽ വരണം. നമുക്ക് ആൾക്കാർക്കൊക്കെ എലിജിബിളായ വായിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാസ്റ്റ് റേഷ്യോയിൽ വരണം എന്നുള്ളതാണ് നിയമം. അല്ലാത്ത വെബ് പേജുകളെ കോൺട്രാസ്റ്റ് റേഷ്യോ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിള് എന്താ പ്രൊമോട്ട് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ആ ഒരു വ്യൂ ഓൾ ന്യൂസ് എന്നുള്ളൊരു ബട്ടൺ കാണുന്നില്ല. ഒരു പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും വെബ്സൈറ്റിനകത്ത് എവിടെയെങ്കിലും വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്പം ലൈറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്കത് ഇത് ആ ബട്ടൺ എവിടെ കിടക്കണമെന്ന് പോലും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യൂ ഓൾ ന്യൂസ് എന്ന് പറഞ്ഞ സാധനം എവിടെയാണ് കിടക്കുന്നത്? സ്പാൻ ക്ലാസ് ഫ്യൂഷൻ ബട്ടൺ ടെക്സ്റ്റ് എന്നാണ് കിടക്കുന്നത്. ഇതുപോലെ ഒരു ബട്ടൺ വ്യൂ ഓൾ ന്യൂസ് എന്നുള്ള ബട്ടൺ ഒരിടത്തും കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ പറയുന്നുണ്ട് സ്മോൾ ടെസ്റ്റായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റേഷ്യോ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം, 4.5 എങ്കിലും വേണം എന്ന് പറയുന്നുണ്ട്. കോൺട്രാസ്റ്റ് ചെക്കർ, ഇവിടെ തന്നെ കളർ കോൺട്രാസ്റ്റ് ചെക്കറൊക്കെ കാണിക്കണം. അപ്പോൾ നമുക്കിത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുന്ന സംഗതികൾ നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കാൻ വന്നത് നമ്മളെ വെബ്സൈറ്റിൻ്റെ, സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ വെബ്സൈറ്റിൻ്റെ കോൺട്രാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, അസറ്റ് മിനിഫിക്കേഷൻ ഒക്കെ അല്ലേ. അസറ്റ് ഇവിടെ പെർഫോമൻസിനകത്ത് ഉണ്ടോ, ഇവിടെ മിനിഫൈഡ് ആണ്. ഉണ്ടോ, നമ്മളെ അസറ്റുകൾ, അതായത് വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന CSS ഫയലുകളായാലും ജാവാസ്ക്രിപ്റ്റ് ഫയലുകളായാലും മിനിഫൈഡ് ആയിട്ടുള്ള വെർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അസറ്റ് മിനിഫിക്കേഷൻ എന്നുള്ള സംഗതിയെ പറ്റി ഒരു ധാരണ കിട്ടിയോ? ആർക്കെങ്കിലും ക്ലാരിറ്റി കിട്ടാത്തതുണ്ടോ? അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി, അല്ലെങ്കിൽ അസറ്റ് മിനിഫൈഡ് ആയിട്ടുള്ള അസറ്റുകളാണ് നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിൻ്റെ ലോഡിങ് മെച്ചപ്പെടുത്താൻ പറ്റും. അത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ലോഡിങ് ടൈം മെച്ചപ്പെട്ടതായതുകൊണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ വെബ്സൈറ്റ് നമ്മളിപ്പോൾ എടുത്ത് നോക്കിയപ്പം ഈ വെബ്സൈറ്റിനകത്ത് നോക്കി അറിയാൻ പറ്റും, ഇതിനകത്ത് ഇതൊക്കെ CSS ഫയലുകളാണ്. ഇതിൻ്റെ CSS ഫയല് 4.8 KB കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും അസറ്റ് ഫയലുകളുണ്ട്, ഇതൊക്കെ CSS ഫയലുകളാണെന്ന് തോന്നുന്നു. ജാവാസ്ക്രിപ്റ്റും ഉണ്ടാകും. ഇത്രയും ഫയലുകളെ മിനിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിനകത്തുള്ള സ്പേസ് കളഞ്ഞിട്ട് മിനിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 138 KB വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലോഡിങ്ങിൻ്റെ ഇതിനകത്ത് 138 KB സൈസ് വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും റിഡക്ഷൻ സൈസ്, അതായത് ഈ CSS ഫയൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CSS ഫയൽ നമുക്ക് ഓപ്പൺ ആൻ പറ്റും. ഇതാണ് ആ CSS ഫയൽ. അപ്പോൾ ഇതുപോലെ ഒരു CSS ഫയൽ എടുക്കുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാത്ത കുറേ കോഡുകളപ്പോൾ ഇവിടെ കുഴപ്പമുണ്ട്. അത് കണ്ടോ, ഇവിടെ ഈ ഫസ്റ്റ് കിടക്കുന്ന ഇത്രയും പോർഷൻ ഇത് കമൻറ്റ് ചെയ്തേക്കുന്ന പോർഷനാണ്. ഈ വെബ് പേജിനകത്ത് ഇത്രയും പോർഷൻ, ഈ CSS ഫയലിനകത്ത് ഇത്രയും പോർഷൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് മിനിഫൈഡ് ആക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റൈൽ എന്നുള്ള ഫയൽ എവിടെ കിടക്കുന്നത്? WP കണ്ടന്റിനകത്ത്, തീമിനകത്ത് എൻട്രാഡ എന്ന് പറയുന്ന ഒരു ഫയലിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ CSS ഫയലിനകത്ത് ഫോണ്ട് ഓസം എന്നുള്ള CSSനകത്ത് പോയി ഇത്രയും പോർഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി.
പിന്നെ താഴെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടോ ഇവിടെയൊക്കെ കമന്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഒത്തിരി ഉണ്ട്. അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് മടിയാണ്, ടെൻഷനാണ്, പേടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ മാർഗം ഈ CSS ഫയലിനെ കോപ്പി ചെയ്തെടുക്കുക. ഇതിൻ്റെ അത്രയും CSS ഫയലിനെ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഗൂഗിളിനകത്ത് പോയിട്ട് CSS കംപ്രസർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ CSS കംപ്രസ് ചെയ്യണ ഏതെങ്കിലും ഒരു കംപ്രസർ ഫയൽ അല്ലെങ്കിൽ ഒരു ടൂൾ നമുക്ക് ഓപ്പൺ ആകും. എന്നിട്ട് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത CSSനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കംപ്രസ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ CSS കംപ്രസ് ചെയ്യുന്ന ഫയൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഒക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തത് 35 സംതിങ് പറഞ്ഞ ഒരു ബൈറ്റ്സ് ആണ് അല്ലേ? 35,030 ബൈറ്റ്സ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തത്. ഔട്ട്പുട്ട് കിട്ടിക്കുന്നുണ്ടോ? 26,640 ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് 31% വരെ റെഡ്യൂസ് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിനെ വീണ്ടും കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് പാഡ് എടുത്തിട്ട് നോട്ട് പാഡിനകത്ത് ഇതിനെ പേസ്റ്റ് ചെയ്യാം. നോട്ട് പാഡിനകത്ത് ഇത് പേസ്റ്റ് ചെയ്യാം. ആരോ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നഫ്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? നഫ്ന കേൾക്കാമോ? ആ, എന്താണ് ഇവർ ഇത്രയും താമസിച്ചു? 9 മണിക്ക് വെച്ചിരിക്കുന്ന ക്ലാസ്സിനകത്ത് 9:30 കഴിഞ്ഞിട്ടൊക്കെ വരണം, എന്താണെന്ന് മനസ്സിലാവണം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് കംപ്രസ് ചെയ്ത CSSനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് പാഡിനകത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ CSSന്റെ ഫയൽ നെയിം എന്താണ്? ഫോണ്ട് ഓസം CSS എന്നാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഫയൽ നെയിം കോപ്പി ചെയ്തിട്ട് ഇതിനെ സേവ് ആസ് കൊടുത്ത് ഫോണ്ട് ഓസം ഫയൽ നെയിം കൊടുത്ത് .cs എന്ന ഫയൽ നെയിം കൊടുക്കുക. ഇവിടെ ഓൾ ഫയൽസ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രേസ് മാർട്ട് ട്രാവൽ മാർട്ടിനകത്ത് ഇപ്പോൾ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഒപ്റ്റിമൈസ്ഡ് CSS എന്ന് കൊടുത്തു. ഒപ്റ്റിമൈസ്ഡ് CSS എന്നാണ് കൊടുത്തത്. എൻ്റർ കൊടുത്തു. അതിനകത്ത് ഫോണ്ട് ഓസം .cs എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഈ ഗ്രേസ് ട്രാവൽ മാർട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ CSS ഫയലിനെ നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്ത് CSS ഫയലായിട്ട് ഒരു പുതിയ CSS ഫയലായിട്ട് ഫോണ്ട് ഓസം. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടോ? 27 KB ആയി. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ സൈസ് ഇതിൻ്റെ ബാക്കപ്പ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് WP കണ്ടന്റിനകത്ത് അപ്ലോഡ്സിനകത്താണ്. നിൽക്കൊരു സെക്കൻഡേ, അതിൻ്റെ പാത്തിൻ്റെ ഫയൽ നമ്മൾ നോക്കാം. WP കണ്ടന്റ് തീമിനകത്താണ് കേട്ടോ. അപ്പോൾ WP കണ്ടന്റ് നമ്മുടെ ഫോൾഡർ എവിടെ? ഫോൾഡർ എടുത്തിട്ട് WP കണ്ടന്റ് തീമിനകത്ത് ഏത് തീമാ? എൻട്രാഡ എന്നുള്ള തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് എൻട്രാഡ തീമിനകത്ത് നമ്മൾ പിന്നെ എവിടെ നോക്കണം? എൻട്രാഡ തീമിനകത്ത് എൻട്രാഡ ഡിസ്റ്റ് സ്റ്റൈൽസ് പിന്നെന്താണ് ലിബ് എന്ന ഫോൾഡറിനകത്താണ് ആ CSS ഫയൽ കിടക്കുന്നത്. അതായത് ഫോണ്ട് ഓസം CSS കിടക്കണ്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ, അതായത് ഇപ്പോൾ വെബ്സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫയലിൻ്റെ സൈസ് 35 KB ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35 KBയുടെ പേജ് ഫയൽ നമ്മളെ കയ്യിലുണ്ട്. അത് കംപ്രസ് ചെയ്ത വെർഷൻ 27 ആക്കിയിട്ടുണ്ട് അല്ലേ? കുറേ സൈസ് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മളതിനെ ആ കംപ്രസ് ചെയ്ത വെർഷൻ അപ്ലോഡ് ചെയ്ത് നോക്കുക. വെബ്സൈറ്റിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല, പൊട്ടുന്നില്ല, പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫയൽ നമ്മൾ മിനിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണ്? നമ്മളെ വെബ്സൈറ്റ് ഒരിക്കൽ കൂടി എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഒരു ഫയൽ മിനിഫൈഡ് ആയിട്ടുള്ള വെർഷൻ സേവ് ചെയ്ത് കഴിഞ്ഞു, അപ്ലോഡ് ചെയ്തിട്ടില്ല, സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്ലോഡ് ചെയ്ത വെർഷനെ, ആ വെരിഫൈ ചെയ്ത അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത വെർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് 1-2 കമ്പ്യൂട്ടറിൽ ആ വെബ്സൈറ്റിനെ ഓപ്പൺ ആക്കിയൊക്കെ നോക്കണം, ക്യാച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ട്. കണ്ടോ, ഈ ഫയലാണ് നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞത്, കംപ്രസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഫയൽ ഇതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒന്നാമത്തെ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞു. രണ്ടാമത്തെ ഫയൽ ഇതാണ്. അവരെന്താ പറയണത്? ഇതിനകത്തും കുറേ കമൻറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കംപ്ലീറ്റ് കോപ്പി ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഗൂഗിൾ എടുത്തിട്ട് CSS കംപ്രസർ എന്നടിക്കുക. കംപ്രസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഓൺലൈൻ ടൂൾ ഓപ്പൺ ആക്കുക. നമ്മൾ CSS കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കംപ്രസ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും?
നമ്മളുടെ കംപ്രസ്ഡ് വെർഷൻ കിട്ടും. മനസ്സിലാക്കണം. നോക്കി, ഇത് നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റിന്റെ ടോട്ടൽ സൈസ് 70,365 ബൈറ്റ്സ് ആണ്. അത് എത്രയായി? 55,676 ബൈറ്റ്സ് ആയി കിട്ടി. അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്ത വെർഷൻ കോഡിനെ കോപ്പി ചെയ്തെടുക്കണം. ഇതിന്റെ ഫയൽ നെയിം എന്താണെന്ന് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നോട്ട് പാഡ് എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യണം. മറ്റേ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇപ്പോഴത്തെ ഫയലിന്റെ CSSന്റെ ഫയൽ സൈസ് നെയിം എന്താണ്? animate.css. കണ്ടോ? അതിന്റെ ഫയൽ നെയിം കോപ്പി ചെയ്തെടുക്കുക. ഇതിനെ സേവ് കൊടുത്തിട്ട് ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് ഓൾ ഫയൽസ് ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ഒപ്റ്റിമൈസ്ഡ് CSS എന്നുള്ള ഫോൾഡറിനകത്ത് തന്നെ സേവ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോ ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. 3-4 കമ്പ്യൂട്ടറിൽ അത് ഓപ്പൺ ആക്കി നോക്കുക. ക്യാച്ച് ക്ലിയർ ചെയ്യുക. അപ്പോഴൊന്നും വെബ്സൈറ്റിനകത്ത് പൊട്ടലോ ചീറ്റിലോ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ കംപ്രസ്ഡ് വെർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പം അസറ്റ് മിനിഫിക്കേഷൻ എന്താണെന്നാണ് ആദ്യം നമ്മൾ പഠിപ്പിച്ചത്. അസറ്റ് എന്താണെന്ന് പറഞ്ഞു, അസറ്റ് മിനിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ അസറ്റ് മിനിഫിക്കേഷനകത്ത് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു SEO എന്നുള്ള നിലയ്ക്ക് ടെക്നിക്കൽ ആയിട്ട് ചെയ്യുന്ന ചില പ്രോസസ്സുകളിൽ വരുന്നതാണ് അസറ്റ് മിനിഫിക്കേഷൻ. അത് ഏത് കാറ്റഗറിക്കകത്താണ് പറഞ്ഞത്? പെർഫോമൻസ് എന്നുള്ള കാറ്റഗറിക്കകത്താണ് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ വെബ്സൈറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളുടെ പെർഫോമൻസിന്റെ ഏരിയ നമ്മുടെ ഊറാങ്കിന്റെ പ്ലഗിൻ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പം നമുക്ക് അസറ്റ് മിനിഫിക്കേഷൻ എന്നുള്ള സംഭവത്തിനകത്ത് ആദ്യം ഒരു CSS ഫയലിന്റെ സൈസ് ഇത്ര സൈസ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത്രയും സൈസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. കൃത്യമായിട്ട് നോക്കി അറിയാൻ പറ്റും. അത് 35 KB ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ചുരുക്കിയപ്പോൾ 27 KB ആക്കി. അപ്പോൾ ഇത്രയും ലഘൂകരിക്കാൻ നമുക്ക് പറ്റി. ഇപ്പോഴുള്ള ഫയലിന്റെ സൈസ് എത്രയാണ്? അതിനെ നമുക്ക് സേവ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത ഫോൾഡറിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഗ്രേസ് ട്രാവൽ മാർട്ടിനകത്ത് ഒപ്റ്റിമൈസ്ഡ് CSSനകത്ത് ഫോണ്ടോസം കണ്ടോ? ഫോണ്ടോസം 27 ആക്കി. അനിമേറ്റ് എന്നുള്ള ഫയലിനെ നമുക്ക് 55 KB ആക്കി. നേരത്തെ ഇത് 70 KBക്ക് മുകളിലായിരുന്നു. അത് നമ്മൾ ആ കംപ്രസ് ചെയ്ത ഫയലിനകത്ത് തന്നെ എഴുതി കാണിക്കണം. 70 KBക്ക് മുകളിലായിരുന്നു, നമ്മൾ 55 KB ആക്കി. അപ്പൊ അവിടെ അത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ അസറ്റ് ഇതുപോലെ നമുക്ക് ഓരോ ഫയലുകളെയും ആദ്യം കംപ്രസ് ചെയ്ത വെർഷൻ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യം ഒരു ഫയലിനെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം വെബ്സൈറ്റിനെ ലോഡാക്കി നോക്കുക. വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും കുലുക്കം സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ഒരു ഫയലിന് കംപ്രസ് ചെയ്ത വെർഷൻ അപ്ലോഡ് ചെയ്തു. 2-3 കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കിയപ്പോൾ ഇത് പൊട്ടിപ്പൊളിഞ്ഞായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ പഴയ വെർഷൻ നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അതെടുത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് വീണ്ടും പഴയ സ്ഥിതിയിലാകും. പൊട്ടുകയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മിനിഫൈഡ് വെർഷൻ ഉപയോഗിക്കുന്നത് വഴി നമ്മളെ വെബ്സൈറ്റിന്റെ ടോട്ടൽ അസറ്റുകളുടെ സൈസ് 1.38 KB നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യും? നമ്മൾ ലോഡിങ് മെച്ചപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ കണ്ടത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. ആ അസറ്റ് നമുക്ക് ആദ്യം ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ആ അസറ്റ്. നേരത്തെ ഓപ്പൺ ആക്കിയ അസറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ കോഡ് കണ്ടല്ലോ, ഈ കോഡിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. അസറ്റ് കംപ്രസ് ചെയ്യാനായിട്ട് CSS കോഡ് നമ്മൾ ആദ്യം കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഗൂഗിളിനകത്ത് പോയി CSS കംപ്രസർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ CSS കംപ്രസർ കംപ്രസ് ചെയ്യാനുള്ള ടൂൾ നമുക്ക് കിട്ടും. ഈ കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഈ കോഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? കംപ്രസ് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? നമ്മളുടെ ഫയലിന്റെ കംപ്രസ്ഡ് വെർഷൻ കിട്ടി. ഇത് ഒത്തിരി കംപ്രഷൻ നടന്നിട്ടില്ല. 1,36,623 ബൈറ്റ്സ് ഉണ്ടായിരുന്ന ഈ ഫയലിനെ നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ 1,12,000 ആക്കാൻ പറ്റി. കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? കംപ്രസ് ചെയ്ത വെർഷൻ സെലക്ട് ഓൾ കൊടുത്ത് Ctrl+C എടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു നോട്ട് പാഡ് എടുക്കുക, മറ്റേ ക്ലോസ് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത CSS ഫയലിന്റെ ഫയൽ നെയിം നമ്മൾ കോപ്പി ചെയ്യണ്ട. എന്താണ് ഫയൽ നെയിം? bootstrap.css. ബൂട്ട്സ്ട്രാപ്പ്. ഇത് ബൂട്ട്സ്ട്രാപ്പ് ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ബൂട്ട്സ്ട്രാപ്പ് എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ക്ലാസ്സിലുള്ള ആരെങ്കിലും ബൂട്ട്സ്ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമ്മൾ ഫയൽ നെയിം കൊടുക്കുക, ഓൾ ഫയൽസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 ഫയലുകളെ അസറ്റുകൾ മിനിഫൈ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആരെങ്കിലും കേട്ടോ? ബൂട്ട്സ്ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റിനെ മൊബൈൽ ഫ്രണ്ട്ലി ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് CSS കോഡ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ
റിസോഴ്സാണ് ബൂട്ട്സ്ട്രാപ്പ്. അതായത് നമ്മളെ വെബ്സൈറ്റുകളെ മൊബൈൽ ഫ്രണ്ട്ലി ആക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന CSS കോഡുകളാണ് ബൂട്ട്സ്ട്രാപ്പ് കോഡ്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ടെക്നോളജി ട്വിറ്റർ പോലെയുള്ള ഏതോ വെബ്സൈറ്റാണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നീടാണ് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് കൂടുതൽ വെബ്സൈറ്റുകൾ മൊബൈൽ ഫ്രണ്ട്ലി ഒക്കെ ആക്കി സെറ്റായത്. അപ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റുകളെ മൊബൈൽ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സുമാണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന കോഡിംഗ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കംപ്രസ് ചെയ്തത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ കോഡാണ്. അത് ഈ വെബ്സൈറ്റിൻ്റെ മൊബൈൽ ഫ്രണ്ട്ലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്ത ബൂട്ട്സ്ട്രാപ്പിൻ്റെ കോഡ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പൊളിയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കംപ്രസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? എന്ത് പറ്റാൻ ചാൻസ് ഉണ്ട്? നമ്മളെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലിനെസ്സിനകത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. മൊബൈൽ ഫ്രണ്ട്ലിനെസ്, നമുക്കുള്ള മൊബൈൽ ഫ്രണ്ട്ലിനെസ് പോകാൻ ചാൻസ് ഉണ്ട്. മൊബൈൽ ഫ്രണ്ട്ലി ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ബൂട്ട്സ്ട്രാപ്പ് വർക്ക് ചെയ്യാതിരുന്നാൽ. ഇനി നമുക്ക് അസറ്റ് കംപ്രസ് ചെയ്യണതിനെ പറ്റി അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അസറ്റ് കംപ്രസ് ചെയ്യുന്ന പോർഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 ഫയൽസ് CSS ഫയലുകൾ കോപ്പി ചെയ്ത് കംപ്രസ്ഡ് വെർഷൻ ആക്കി സേവ് ചെയ്ത് കഴിഞ്ഞു. 1 2 3. നാലാമത്തെ ഫയൽ എന്നുള്ളത് ഇതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഓപ്പൺ ആക്കിയ ഫയൽ ക്ലോസ് ചെയ്യാം. നാലാമത്തെ ഫയലിനകത്തുള്ള കോഡ് കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനകത്ത് CSS കംപ്രസർ എന്നടിച്ചു. എന്നിട്ട് കംപ്രസർ ഓപ്പൺ ആക്കി, എന്നിട്ട് അതിനകത്ത് നമ്മൾ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്തു, കംപ്രസ് കൊടുത്തു. ടെക്നിക്കൽ SEO ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ടൂളുകൾ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കംപ്രസ് ചെയ്ത വെർഷൻ കോഡ് കോപ്പി ചെയ്തു. ഇവിടെ മനസ്സിലാക്കുക, 18,565 ബൈറ്റ്സ് ആയിരുന്നതിനെ നമുക്ക് 16,284 ബൈറ്റ്സ് ആക്കാൻ പറ്റി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ CSS കംപ്രസ് ചെയ്ത വെർഷൻ പേസ്റ്റ് ചെയ്തു, പഴയത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്തു. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയ CSSൻ്റെ ഫയൽ നെയിം എന്താണെന്ന് നോക്കിയാണ് കേട്ടോ. എന്താണ് ഫയൽ നെയിം? ബൂട്ട്സ്ട്രാപ്പിൻ്റെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് ഡേറ്റ് പിക്കർ സ്റ്റാൻഡലോൺ .css എന്നാണ് എൻ്റെ ഫയൽ നെയിം. അപ്പോൾ അതേ ഫയൽ നെയിം കോപ്പി ചെയ്തെടുക്കുക. ഇതിനെ നമ്മൾ സേവ് ചെയ്തിട്ട് ആ ഫയൽ നെയിം കൊടുക്കുക. ഓൾ ഫയൽസ് ആക്കാൻ മറന്നുപോയില്ല, എന്നാലേ അത് CSS ആയിട്ട് സേവ് ചെയ്യുള്ളൂ. .css ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇത് ടെക്സ്റ്റ് ഫയലായി പോകും. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവത്തില്ല. സേവ് കൊടുക്കുക. CSS ഫയൽ 4 നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോയി, ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ അസറ്റ് മിനിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അത് പച്ചയാക്കാൻ പറ്റും. ടെക്നിക്കലി ഇതുപോലെയുള്ള ചെയ്യുന്ന വർക്കുകളെ ടെക്നിക്കൽ SEO എന്നുള്ള കാറ്റഗറിക്കകത്ത്. അപ്പോൾ നമ്മൾ 1 2 3 4 ചെയ്ത് കഴിഞ്ഞു. 5ാമത്തെ CSS ആണിത് ഓപ്പൺ ആക്കുന്നത്. അത് പോപ്പപ്പ് ബിൽഡർ എന്ന് പറയുന്ന ഒരു CSS ആണ്. ഇത് CSS അല്ല കേട്ടോ, അത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇത് നമ്മൾ CSS കംപ്രസ് ചെയ്ത രീതിയിൽ ചെയ്യാൻ നിൽക്കരുത്. ജാവാസ്ക്രിപ്റ്റ് കംപ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉപാധി ഉണ്ടോ എന്ന് നോക്കണം. ഇതവിടെ കിടന്നോട്ടോ. ജാവാസ്ക്രിപ്റ്റ് നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണം. നേരത്തെ ചെയ്തതൊക്കെ CSS ആണ്. ജാവാസ്ക്രിപ്റ്റ് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഫയലുകൾ ഉണ്ടാവും. ജാവാസ്ക്രിപ്റ്റ് കംപ്രസർ കണ്ടോ, കംപ്രസർ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് കംപ്രസറിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ജാവാസ്ക്രിപ്റ്റിനെ കോപ്പി ചെയ്ത് കംപ്രസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മിനിഫൈ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ അതിനകത്തുള്ള സ്പേസ് ഒക്കെ കളഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റ് മിനിഫൈഡ് ആയി കിട്ടും. കണ്ടോ, അല്ല കംപ്രസ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ കോഡ് മൊത്തം സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കോപ്പി ആവും. ചിലപ്പോൾ അത് കംപ്രസ് ചെയ്യുന്ന ഫയലിൻ്റെ എന്തെങ്കിലും സംഗതി കൂടെ അതിനകത്ത് കേടി വരും. അതാണ് ആ ബട്ടൺ കൊടുത്തേക്കുന്നത്. അവരുടെ ഇത് മിനിഫൈഡ് വിത്ത് ഈ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള എന്തെങ്കിലും പോർഷൻ അന്ന് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് നേരത്തെ ഫയൽ ക്ലോസ് ചെയ്യാം. ഇത് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയൽ നെയിം കോപ്പി ചെയ്തെടുക്കുക. JS ഫയലാണ് കോപ്പി ചെയ്തെടുക്കുക. സേവ് കൊടുക്കുക. ജാവാസ്ക്രിപ്റ്റ് ഫയലിലും കംപ്രസ് ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇവിടെയും ഓൾ ഫയൽ തന്നെയാണ് കൊടുക്കേണ്ടത്. .js എന്ന് കൊടുക്കുക. ഒപ്റ്റിമൈസ്ഡ് CSS എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ മുകളിലോട്ട് പോയിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഒപ്റ്റിമൈസ്ഡ് JS എന്ന് കൊടുക്കുക. കാരണം ജാവാസ്ക്രിപ്റ്റ് ഫയലാണല്ലോ, അതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ കൂടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഫയൽ വരണം കൂടെ വേണമെങ്കിൽ നമുക്ക് കംപ്രസ് ചെയ്യണം, കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അസറ്റ് ഫയലുകളെ കംപ്രസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അസറ്റ് കംപ്രഷൻ എന്നുള്ള ഈ റെഡ് കളറിനെ ഗ്രീൻ ആക്കാൻ പറ്റും. ഇവിടെ ഷോ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. 1 2 3 4 5. ഇത് ജാവാസ്ക്രിപ്റ്റ് അല്ല, ഇതുവരെയാണ് നമ്മൾ ചെയ്തത്. 6ാമത്തെ ഫയലാണ്. അതൊക്കെ CSS തന്നെയാണ്. അത് വീണ്ടും CSS ആണ്.
ഇതിനകത്ത് ഇഷ്ടം പോലെ കമന്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഉണ്ട്. ഇത് നോക്കുമ്പം നമുക്ക് ഇതിന്റെ കോഡ് മൊത്തം കോപ്പി ചെയ്തിട്ട് ഇത് CSS ആയിട്ട് നമ്മൾ വീണ്ടും ഗൂഗിൾ എടുത്തിട്ട് CSS കംപ്രസർ എടുക്കുക, കംപ്രസർ ഓപ്പൺ ആക്കുക, കോഡ് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക, കംപ്രസ് കൊടുക്കുക. സെക്കൻഡുകളിൽ തന്നെ കംപ്രസ് ചെയ്ത് കിട്ടും. കണ്ട, ഇത് 59,196 ബൈറ്റ്സ് ഉണ്ടായിരുന്നതിനെ 48,000 ആക്കി കുറെ കുറയ്ക്കാൻ പറ്റി. കോഡ് കോപ്പി ചെയ്തെടുക്കുക, നോട്ട്പാഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക, മറ്റേ ഫയൽ ക്ലോസ് ചെയ്ത് കളയുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ CSSന്റെ ഫയൽ നെയിം എത്രയാണെന്ന് നോക്കണം. അല്ല, rs6.css കോപ്പി ചെയ്യുക, ഫയൽ നെയിം കോപ്പി ചെയ്യുക, സേവ് കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക, ഓൾ ഫയൽസ് ആക്കുക. CSS ആയതുകൊണ്ട് നമ്മൾ ഗ്രേസ് ട്രാവൽ മാർട്ടിനകത്ത് ഒപ്റ്റിമൈസ്ഡ് CSSന്റെ ഫോൾഡറിനകത്തേക്ക് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ 5-6ഓളം ഫയലുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ബാക്കി ഫയലുകൾ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഓരോ ഫയലിനായിട്ട് ഈ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് വെബ് പേജിനെ പല ബ്രൗസറുകളിൽ ഓപ്പൺ ആക്കി നോക്കണം. ക്യാച്ച് ക്ലിയർ ചെയ്തിട്ട് ഓപ്പൺ ആക്കി നോക്കണം. ഒരു പ്രാവശ്യം ഒരു CSS അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3-4 കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കി അതിൻ്റെ ക്യാച്ച് ഒക്കെ ക്ലിയർ ചെയ്ത് ബ്രൗസറുകളിൽ ഇപ്പോൾ ക്രോമിൽ ഓപ്പൺ ആക്കി നോക്കുക, പിന്നെ ഫയർഫോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പൺ ആക്കി നോക്കുക, എഡ്ജ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പൺ ആക്കി നോക്കുക, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പൺ ആക്കി നോക്കുക, മോസില്ല, അതുപോലെ തന്നെ ഒപ്പേറ, ബ്രേവ്, ഇങ്ങനെ പല തരത്തിലുള്ള ഇതുണ്ടാകും, ബ്രൗസേഴ്സ് ഉണ്ടാകും. അതിനകത്തൊക്കെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇഷ്യൂ ഒന്നും ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ സോൾവ് ആയി. ഇഷ്യൂ ഉണ്ടെങ്കിൽ അഥവാ അതിൻ്റെ ഡിസൈൻ പൊട്ടുകയോ ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒഴിവാക്കിയിട്ട് പഴയ ഫയലിനെ തിരിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഓവർ റൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അസറ്റ് മിനിഫിക്കേഷൻ ചെയ്യാം. അസറ്റ് മിനിഫിക്കേഷൻ. അപ്പോൾ ഇനി ആർക്കാ പറയുക അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു നോക്കി. സ്വാതി ഉണ്ടോ അവിടെ? സ്വാതി കേൾക്കാമോ? സ്വാതി മൈക്ക് ഓൺ ചെയ്തേ. സ്വാതി, അസറ്റ് മിനിഫിക്കേഷൻ മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിയോ. സിമ്പിൾ ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കി. Sir, it reduces the file size and load പെട്ടെന്ന് load ആവും. സ്വാതി പറയുന്നത് വേറെ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്വാതി ഉച്ചത്തിൽ പറയോ? Sir, it reduces the file size and when you load it on the server, it loads faster. It loads faster and it will help the website to rank better in Google also. So asset minification is minifying some of the assets files of our web pages like CSS, JavaScript, and it is very easy to minify the asset files because we already have lot of online tools to reduce the size of CSS, to compress the size of JavaScript. So once you compress the JavaScript files and CSS, we can upload and check whether it is working properly, and if it is working properly, it will help the web page to load quickly, and our web page will be promoted or recommended by Google since it is quickly loading. അപ്പോൾ നമ്മൾ അസറ്റ് മിനിഫിക്കേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ വെബ്സൈറ്റുകളുടെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ് ഫയലുകൾ മിനിഫൈഡ് ആക്കി ഉപയോഗിക്കുന്നത് വഴി വളരെ പ്രയോജനങ്ങളാണ് നമുക്കുള്ളത്. ആ പ്രയോജനങ്ങൾ കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് SEOയുടെ റാങ്കിങ്ങിലും പ്രയോജനം കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാതി, ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്കാണ്. അപ്പോൾ ഏകദേശം ഞാൻ കുറേ ഫയലുകൾ അസറ്റ് മിനിഫൈ ചെയ്യുന്നത് പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്കിനകത്ത് വരുന്ന അടുത്ത സംഗതി എന്താണെന്ന് നോക്കാം. അടുത്ത സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് കംപ്രഷൻ എന്നുള്ള സംഗതിയാണ്. പെർഫോമൻസിനകത്ത് തന്നെ അസറ്റ് കംപ്രഷൻ. കണ്ടോ, നമ്മൾ കോളേജിന്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് അസറ്റ് കംപ്രഷൻ ചെയ്തിട്ടുണ്ട്. അസറ്റ് മിനിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അസറ്റ് കംപ്രഷൻ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ്, ഓൾ യുവർ അസറ്റ്സ് ആർ കംപ്രസ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് അസറ്റ് കംപ്രഷൻ എന്ന് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അസറ്റ് കംപ്രഷൻ എന്ന് പറയുന്നത് ടെക്നിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു SEO വർക്ക് തന്നെയാണ്. അതായത് ടെക്നിക്കൽ SEOയ്ക്ക് അകത്ത് വരുന്ന പോർഷൻ തന്നെയാണ് അസറ്റ് കംപ്രഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റുകളെ
കംപ്രസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അസറ്റ് കംപ്രഷൻ. അവിടെ നമ്മളെ വെബ് പേജസിൽ ഉപയോഗിക്കുന്ന അസറ്റ് ഫയലുകളെ കംപ്രസ്ഡ് ആയി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇനേബിൾ ചെയ്യുന്നത് വഴി നമ്മളെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം വീണ്ടും മെച്ചപ്പെടും. ഇനി അസറ്റ് മിനിഫിക്കേഷനകത്ത് പ്രയോജനങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെയും ഏറ്റവും ബെസ്റ്റ് പ്രയോജനം എന്താണ്? നമ്മളെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടും. അങ്ങനെ നമ്മളെ വെബ്സൈറ്റിന് റാങ്കിങ് മെച്ചപ്പെടും. എന്നാൽ അവിടെ ബാൻഡ്വിഡ്ത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. നമ്മളെ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോട്ടയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ swati.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഈ swati.com എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് സ്വാതി എടുത്തിരിക്കുന്നത് ഗോഡാഡിക്കകത്തു നിന്നാണ്. ഗോഡാഡിയിൽ നിന്ന് 1 GB സ്പേസിലുള്ള ഒരു സെർവർ സ്പേസാണ് സ്വാതിയുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നമ്മൾ 1 GB സ്പേസ് അതിൻ്റെ സെർവർ സ്പേസ് ആയിട്ട് നമ്മൾ ഹയർ ചെയ്യുമ്പോൾ, എടുക്കുമ്പോൾ, അതൊരു ഒരു സെർവർ കമ്പ്യൂട്ടറിനകത്തുള്ള 1 GB സ്പേസ് നമുക്ക് അലോട്ട് ചെയ്ത് തരികയാണ് ചെയ്യുക. ആ 1 GB സ്പേസ് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു കോട്ടയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു സംഗതി. എന്താണ് ബാൻഡ്വിഡ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വെബ് പേജസ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി എടുക്കുന്ന ഡേറ്റ, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഡേറ്റയുടെ ഒരു അളവ് കാണിക്കുന്ന ഒരു കോട്ട, ഡേറ്റ കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെബ്സൈറ്റിൻ്റെ ഡേറ്റ കോട്ട എന്ന് വേണമെങ്കിൽ ബാൻഡ്വിഡ്ത്തിനെ പറയാം. അത് നമ്മൾ സെർവർ സ്പേസ് എടുക്കുന്നതിനൊപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഉദാഹരണത്തിന് swati.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ബാൻഡ്വിഡ്ത്തും 1 GB ആണെന്ന് വിചാരിച്ചു. അത് വളരെ കുറവാണ്. 1 GB ആണ് swati.comൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ swati.comൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ swati.com എന്ന് പറയുന്ന വെബ്സൈറ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കിയപ്പോൾ അത് ഓപ്പൺ ആക്കാൻ വേണ്ടി 1 MB സൈസ് എടുത്തു. സ്വാതിയുടെ വെബ്സൈറ്റിൻ്റെ ടോട്ടൽ സൈസ് 1 MB ആണെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കമ്പ്യൂട്ടർ എടുത്തു, അതിനകത്ത് ബ്രൗസർ എടുത്ത് ഞാൻ swati.com എന്ന് അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിൽ നിന്ന് swati.com എന്നുള്ള വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് നടക്കുന്ന സെർവറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് ഈ വെബ് പേജ് ലോഡാകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അസറ്റുകളെ ട്രാൻസ്ഫർ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് എൻ്റെ ബ്രൗസറിനകത്ത് ഇത് ഓപ്പൺ ആക്കി കാണിക്കുക. ഇങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടി കൊടുക്കുന്ന സെർവർ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് swati.com ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി 1 MB സൈസ് ആ സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ സ്വാതിയുടെ 1 GB ബാൻഡ്വിഡ്ത്ത് കോട്ടയിൽ നിന്ന് 1 MB കുറയും. അങ്ങനെ ഒരു 10 പേര് വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 10 MB കുറയും. അങ്ങനെ 1024 പേര് ഇപ്പം ബാൻഡ്വിഡ്ത്തിൻ്റെ കണക്ക് മാസമാണ്. ഒരു മാസത്തിലുള്ള ബാൻഡ്വിഡ്ത്താണ് 1 GB എന്ന് കാണിക്കുക. അപ്പം 1024 പേര് സ്വാതിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ഒരു മാസത്തിനുള്ളിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, സ്വാതിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി ഓരോ പ്രാവശ്യം ഓപ്പൺ ആക്കുമ്പോഴും 1 MB സൈസ് എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഓരോ 1024 ആൾക്കാർ വെബ്സൈറ്റിനെ ഓപ്പൺ ആക്കുമ്പോൾ സ്വാതിയുടെ 1 GB എന്ന് പറയുന്ന ഡേറ്റ കോട്ട അഥവാ ബാൻഡ്വിഡ്ത്ത് കോട്ട കഴിയും. പിന്നെ 1025ാമത്തെ ഒരാൾ അതേ മാസം ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ബാൻഡ്വിഡ്ത്ത് എക്സീഡഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ആവത്തില്ല. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോട്ട ലിമിറ്റേഷനാണ് ബാൻഡ്വിഡ്ത്ത്. നമ്മളെ വെബ്സൈറ്റിൻ്റെ സെർവർ സ്പേസ് എടുക്കുമ്പോൾ, ഹോസ്റ്റിംഗ് പാക്കേജ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണ്. 1 GB ആണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസ് എങ്കിൽ ഇത്ര വിസിറ്റ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ 1 MB ആണ് നമ്മുടെ വെബ് പേജിൻ്റെ ലോഡിംഗ് ടൈം എങ്കിൽ 1024 പ്രാവശ്യം ഓപ്പൺ ആകും. 1024 ആൾക്കാർ വെബ്സൈറ്റിനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ 1 GB ഡേറ്റയുടെ ബാൻഡ്വിഡ്ത്തിൻ്റെ കോട്ട കഴിയും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ആയിരക്കണക്കിന് വിസിറ്റ് വരുന്ന വെബ്സൈറ്റിനകത്ത് പെട്ടെന്ന് ബാൻഡ്വിഡ്ത്ത് എക്സീഡ് ചെയ്ത് പോകും. എന്നാൽ നമ്മൾ മിനിഫൈഡ് ആക്കിയ വെർഷനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റ് 1 MB ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി 1 MB ഉണ്ടായിരുന്നു. പക്ഷെ സ്വാതി എന്ത് ചെയ്തു? അസറ്റ് മിനിഫിക്കേഷൻ നടത്തി അതിൻ്റെ CSSകളെയും ജാവാസ്ക്രിപ്റ്റുകളെയൊക്കെ മിനിഫൈ ചെയ്ത് അതിൻ്റെ സൈസ് ലഘൂകരിച്ച് എത്രയാക്കി? 500 KB ആക്കാൻ പറ്റുന്ന ഒരു പ്രാവശ്യം swati.com ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി എടുക്കുന്ന ഡേറ്റ only 500 KB ആക്കാൻ സ്വാതിക്ക് സാധിച്ചാൽ
ഈ 1024 വിസിറ്റ് കിട്ടുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ആകുന്ന സിറ്റുവേഷന് അവിടെ അതിൻ്റെ ഇരട്ടി വിസിറ്റ് കിട്ടിയാലും ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ആകാതെ നമുക്ക് നിയന്ത്രിക്കാം. അപ്പം ബാൻഡ് വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാതെ നമുക്ക് ഒരു സഹായം കൂടെ കിട്ടും നമ്മൾ അസറ്റുകൾ മിനിഫിക്കേഷൻ ചെയ്യുന്നത് വഴി. സ്വാതിക്ക് പറയാമോ ആൻസർ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്ത്, അപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞ പ്രയോജനം നമ്മൾ അസറ്റുകളെ മിനിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ നമുക്കറിയാം വെബ്സൈറ്റ് ക്വിക്കായിട്ട് ലോഡാകും, അതുവഴി നമുക്ക് SEOയ്ക്ക് നല്ല ഗുണം കിട്ടും. രണ്ടാമത് പറഞ്ഞത് നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്യാതെ നമുക്ക് ഒരു പരിധിവരെ ബാൻഡ് വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്യാതെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിനെ ഉപയോഗിക്കാം. സ്വാതി മനസ്സിലായെങ്കിൽ മനസ്സിലായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. സ്വാതി ട്രൈ ചെയ്യ്. ഞാൻ ചോദിച്ചത് അസറ്റ് മിനിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം എന്തെന്നാണ്. സ്വാതി മൈക്ക് മ്യൂട്ട്. Sir, it improves the ranking of the website. അത് ഒരു ഓപ്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്? മനസ്സിലായില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ ഒരിക്കൽ കൂടെ? സ്വാതി പറഞ്ഞോ. So the speed increases. സ്പീഡ് ഇൻക്രീസ് ചെയ്യും, വെബ്സൈറ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത് പറഞ്ഞത് വെബ്സൈറ്റ് ക്വിക്കായിട്ട് ലോഡ് ആകുന്നതുകൊണ്ട് SEOയ്ക്ക് നല്ല ഗുണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതോ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ? അത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ പറഞ്ഞു തരാന്നാ പറഞ്ഞേ. എക്സ്പ്ലെയിൻ ചെയ്യണോ ഒരു പ്രാവശ്യം? Yes, sir, can you explain it once again? Yes, sure. Okay. Bandwidth is a quota or data size allotted to a website. Whenever we are purchasing a hosting package for a website, for example, for hosting a website like Swadi.com, we will be purchasing a server space from GoDaddy or any companies like GoDaddy, HostGator, etc. So whenever we are purchasing a hosting package for a website, there will be a data quota named bandwidth. So first of all, we can explain what is meant by bandwidth. Bandwidth is a data quota allotted to a website. For example, if the data quota of Swadi.com is 1 GB, suppose Swadi.com, when somebody is opening Swadi.com, it takes 1 MB size to transfer from server to computer. The data quota will be reducing. So the total data quota is 1 GB, and when somebody is opening Swadi.com, your data quota will be reducing by 1 MB. So when 10 people are opening Swadi.com, your data quota will be reducing up to 10 MB. So we know that 1024 MB is 1 GB. So if 1024 people are opening your web page or website within 1 month, definitely your quota will be exceeded. So if one more person is coming to your website, there will be a message showing in the browser, like the message will be like the bandwidth quota is exceeded. Likewise it will be showing. So bandwidth quota exceed ചെയ്യുന്നത് നമുക്ക് അസറ്റുകളെ മിനിഫൈ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ കുറയ്ക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളുടെ Swadi.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ നേരത്തെ 1 MB സൈസ് എടുത്തിരുന്നു. ആ 1 MB സൈസ് എടുത്തിരുന്ന സമയത്ത് കൃത്യം 1 GB ആണ് നമ്മുടെ ബാൻഡ്വിഡ്ത്ത് കോട്ടയെങ്കിൽ 1024 പേർക്കേ അത് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. 1025ാമത്തെ ആൾ ഓപ്പൺ ആക്കുമ്പോൾ ബ്രൗസറിൽ എന്ത് എഴുതി കാണിക്കും? ബാൻഡ്വിഡ്ത്ത് എക്സീഡഡ് എന്ന് എഴുതി കാണിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ആവത്തില്ല. അപ്പം അതൊരു ആൾക്കാർക്കും ബാഡ് എക്സ്പീരിയൻസ് ആണ്. അവിടെ നമ്മളെ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന ബാൻഡ്വിഡ്ത്ത് കോട്ട ഒരു പരിധിവരെ നമുക്ക് എക്സീഡ് ചെയ്യാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മളെ വെബ്സൈറ്റിന്റെ അസറ്റുകളെ നമുക്ക് മിനിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ. ഉദാഹരണത്തിന് Swadi.comന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ 1 MB സൈസ് എടുത്തിരുന്ന ആ വെബ്സൈറ്റിനെ അസറ്റുകളെ നമ്മൾ മിനിഫൈ ചെയ്തിട്ട് എന്താക്കി? 500 KB ആക്കി. നേരത്തെ 1 MB എടുത്തിരുന്നു. ഇപ്പം അതിനെ മിനിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായി? ഒരു പ്രാവശ്യം ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി 500 KB ആകുന്നുള്ള ഒരു യൂസറിനെ. ആരെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഇരുന്നുകൊണ്ട് Swadi.comന് ഓപ്പൺ ആക്കുമ്പോൾ അയാൾക്ക് 500 KB ഡേറ്റയെ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ.
അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 1024ന്റെ ഇരട്ടി, അതായത് 2048 ആൾക്കാർ വിസിറ്റ് ചെയ്താൽ മാത്രമേ ഒരു മാസത്തിനുള്ളിൽ വിസിറ്റ്, അത്രയും 2048 വിസിറ്റ് വന്നാൽ മാത്രമേ ആരുടെ കോട്ട, ബാൻഡ് വിഡ്ത്ത് കോട്ട എക്സീഡ് ചെയ്യത്തുള്ളൂ? swati.comന്റെ ബാൻഡ് വിഡ്ത്ത് കോട്ട എക്സീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ക്ലിയർ ആയോ സ്വാതി? Yes, sir, understood. ഓക്കെ. അപ്പൊ നമുക്ക് അസറ്റ് മിനിഫിക്കേഷൻ ചെയ്യുന്നത് വഴി വെബ്സൈറ്റിന്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ പറ്റും. അതുവഴി റാങ്കിങ് മെച്ചപ്പെടുത്താൻ പറ്റും. യൂസറിന് ക്വിക്കായിട്ട് വെബ്സൈറ്റ് ലോഡായി കിട്ടും. പിന്നെ രണ്ടാമത്തേത് എന്താണ്? നമ്മളുടെ എന്താ ബാൻഡ് വിഡ്ത്ത്, നമ്മളെ വെബ്സൈറ്റിന്റെ സെർവർ സ്പേസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോട്ടയായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സൈസ് കൂടുതലുള്ള ഫയൽസ് ആണെങ്കിൽ നമുക്ക് 10-15 വിസിറ്റ്, ഉദാഹരണത്തിന് 1 MB എന്നുള്ള സ്ഥലത്ത് swati.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ 10 MB എടുക്കുന്ന വെച്ചോ, 10 MB എടുക്കുന്ന ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കാൻ. അപ്പം എത്ര വിസിറ്റ് കിട്ടിയാൽ മതി? വളരെ കുറച്ച് വിസിറ്റ് കിട്ടുമ്പോൾ തന്നെ സ്വാതിയുടെ 1 GB ഒക്കെ എക്സീഡ് ചെയ്ത് പോകും. പക്ഷെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് എടുക്കണമെങ്കിൽ അവിടെ 30 GB ഒക്കെ ആയിരിക്കും. ഇപ്പം ഗോഡാഡി ഒക്കെ എടുക്കുന്ന ബേസിക് പ്ലാനിനകത്ത് 30 GB ആണ് അവർ ബാൻഡ് വിഡ്ത്ത് പറയുന്നത്. പക്ഷേ 30 GB ഒന്നും നമുക്ക് കിട്ടാറില്ല. അവരതിനെ കാണിക്കുന്നത്, അതിന്റെ ഷോ ചെയ്യുന്നത്, അവരുടെ പാക്കേജിനകത്ത് ഷോ ചെയ്യുന്നത് 30 GB എന്നൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, സ്വാതിയുടെ വെബ്സൈറ്റ് ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കി അതിന്റെ വെബ്സൈറ്റിന്റെ ഇന്നർ പേജുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിനകത്ത് ഡേറ്റ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ 2-3 പ്രയോജനങ്ങൾ അസറ്റ് മിനിഫൈ ചെയ്യുന്ന, അതായത് അസറ്റ് മിനിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള 2-3 ബെനിഫിറ്റ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഒരു ബെനിഫിറ്റ്സ് കൂടെ, ഒരു യൂസറിന്റെ സൈഡിലുള്ള ഒരു ബെനിഫിറ്റ്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അസറ്റ് കംപ്രഷനിലേക്ക് കിടക്കാം. യൂസർ സൈഡിലുള്ള ഒരു ബെനിഫിറ്റ് ഇതാണ്: ആൾക്കാരുടെ ഡേറ്റ പെട്ടെന്ന് എക്സീഡ് ചെയ്യാതെ ഒരു പരിധിവരെ ആൾക്കാർക്കും പ്രയോജനകരമാണ്. ഉദാഹരണത്തിന് നമുക്കറിയാലോ, നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ ഡേറ്റ തീർന്നു ഇല്ലേ, അല്ലെങ്കിൽ രാവിലെ 2-3 വീഡിയോ കണ്ടത് കാരണം എനിക്കിപ്പോൾ ഡേറ്റ ഇല്ല, എനിക്ക് മെസ്സേജ് പോലും അയക്കാൻ പറ്റുന്നില്ല, ഫ്രണ്ടിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു തരാനോ ഒരു ഇമേജ് ഷെയർ ചെയ്യാനോ പറ്റുന്നില്ല, ഒരു ഇമേജ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാമിനകത്ത് റീൽസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഡേറ്റ കഴിഞ്ഞു പോയി ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് സ്ഥിരം വരുന്നതാണല്ലോ. ഒരു ഇപ്പം നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ് ഈ 4G ഒക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് ഒരു 1 GB ഡേറ്റ ഒരു മാസത്തേക്കൊക്കെ എല്ലാവർക്കും വളരെ ഇതായിരുന്നു, ലാവിഷായിരുന്നു. ഇപ്പം നമ്മൾ ഡെയിലി 2 GB ഡേറ്റ അല്ലെങ്കിൽ 1.5 GB ഡേറ്റ, 1 GB ഡേറ്റ ഒക്കെ സിമ്പിളായിട്ട് 3 വീഡിയോ 4 വീഡിയോ കണ്ട് തീർക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുപോലെ ഡേറ്റ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങളെ വെബ്സൈറ്റ് എടുക്കുന്ന ആൾക്കാരുടെ ഡേറ്റ പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാതെ അത് ഹെൽപ്പ് ചെയ്യും ഒരു പരിധിവരെ നമ്മളുടെ അസറ്റുകൾ മിനിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് swati.com എടുക്കുന്ന സ്വാതിയുടെ ഒരു കസ്റ്റമറിന് ഒരു പ്രാവശ്യം വെബ്സൈറ്റ് എടുക്കുന്നതിലേക്ക് 1 MB സ്പേസ് 1 MB ഡേറ്റ എടുക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ അവരുടെ ഡേറ്റ യൂസേജിലും ഒരു പരിധിവരെ കുറച്ച് കൊടുക്കാം. അതായത് അവർക്കത് ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടും. അതൊരു വലിയ സംഭവമല്ല, പക്ഷെ എന്നാലും ഒരു യൂസർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റ് നല്ലതാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ അധികം ഡേറ്റ ഒന്നും ആവുന്നില്ല. നോക്കിയൊക്കെ പല ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചില ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ, നമ്മൾ പറയാറുള്ളത്, കൊളോക്കിയലി പറയാനുള്ളത്, ഓ ഈ ആപ്പ് ഡേറ്റ തിന്നുന്ന സാധനമാണ് അല്ലേ. ഇടയ്ക്ക് ഒരു 2 വീലറിന്റെ പരസ്യത്തിനകത്ത് ഇത് കുറച്ചേ കുടിക്കൂ എന്ന് പറഞ്ഞ കണക്ക്, എന്താ, ഇന്ധനം കുറച്ചേ കൺസ്യൂം ചെയ്യുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഭയങ്കര ഡേറ്റ എടുക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് എടുക്കാൻ പേടിയായിരിക്കും. നമ്മൾ ഡേറ്റ പെട്ടെന്ന് തീരും, അയ്യോ യൂട്യൂബ് ഒന്നും എടുക്കല്ലേ, കുറച്ച് ഡേറ്റ എനിക്ക് തീർക്കാനുള്ള വർക്കുണ്ട്, യൂട്യൂബ് എടുത്ത് ഡേറ്റ തീർക്കല്ലേ എന്നൊക്കെ ചിലപ്പം നമ്മൾ പാരൻസ് ഒക്കെ ശകാരിക്കും. ചിലപ്പം അയ്യോ എടുക്കല്ലേ. ചില ആപ്ലിക്കേഷനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡേറ്റ തീരും. ക്ലബ് ഹൗസ് നല്ലോണം ഡേറ്റ എടുത്തിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നമ്മൾ റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ഡേറ്റ ചിലപ്പോൾ യൂട്യൂബിൽ എടുത്തുനിന്ന് വരാം, ക്ലബ് ഹൗസിൽ എടുത്തുനിന്ന് വരാം. അതിൻ്റെയൊക്കെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അവർ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ടാവും. പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. പെരിസ്കോപ്പ് ഭയങ്കരമായിട്ട് ഡേറ്റ എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എനിക്ക് ഡേറ്റ ഉപയോഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും റെക്കോർഡ് സൃഷ്ടിച്ച, അതായത് ജിയോ അവരുടെ സിം, അതായത് 4GB തന്നെയാണോ, അല്ല 4G ജിയോയുടെ ലോഞ്ചിങ് നടന്ന സമയത്ത്, 4G ആണോ 3G ആണോ, 4G തന്നെ, 4G ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് അവരുടെ ജിയോ സിം ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ അവരുടെ സ്റ്റാഫുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യം ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ജിയോയുടെ സിം കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് അവർ ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് ആ സ്റ്റാഫുകൾക്കൊക്കെ അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ
2 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണൽ ഡേറ്റ ഉപയോഗിച്ച ആളെന്നുള്ള ഒരു റെക്കോർഡിന് ഉടമയാണ് ഞാൻ. അപ്പം എങ്ങനെയാണ് അത് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് പെരിസ്കോപ്പ് എന്ന് പറയുന്ന ആപ്പ് ഒത്തിരി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ പെരിസ്കോപ്പ് എന്നുള്ള ആപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും, പിന്നെ ഞാൻ എൻ്റെ ഡേറ്റ, എൻ്റെ മൊബൈലിലെ ഡേറ്റ മറ്റേ ഹോട്ട്സ്പോട്ട് ഓണാക്കി എൻ്റെ ഓഫീസിലുള്ള അന്നുണ്ടായിരുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലാപ്ടോപ്പിലും മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ വളരെ ക്വിക്കായിട്ട് ഓരോ ദിവസം 2 ദിവസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ മൊബൈൽ വഴി ഡേറ്റ ഉപയോഗിച്ച വ്യക്തി എന്നുള്ള റെക്കോർഡ് എനിക്ക് കിട്ടി. അപ്പോൾ അതുപോലെ ചില ആപ്ലിക്കേഷൻസ് ഭയങ്കരമായിട്ടുള്ള ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ കേസാണ് ചില വെബ്സൈറ്റുകൾ ഒരുപാട് ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടാവും. വെബ്സൈറ്റുകളിൽ യൂസേഴ്സിന് ഡേറ്റ ഉപഭോഗം കുറച്ചുകൂടെ കുറയ്ക്കാൻ നമ്മളെ അസറ്റ് മിനിഫൈ ചെയ്യുന്നത് വഴി സാധിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ നേരെ അസറ്റ് കംപ്രഷനിലേക്ക് പോകാം. എന്താണ് അസറ്റ് കംപ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റ് ലോഡാകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അസറ്റുകളെ കംപ്രസ് ചെയ്ത് സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ആര് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അമൃത ഉണ്ടോ അവിടെ? അമൃത പി? അമൃത പി ഇല്ല. ആ, ഇപ്പം അറ്റൻഡൻസ് എടുത്താൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒക്കെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു സെക്കൻഡ് കേട്ടോ. അസറ്റ് കംപ്രഷൻ ഞാൻ അറ്റൻഡൻസ് എടുത്തതിന് ശേഷം പറയുന്നതായിരിക്കും. അസറ്റ് കംപ്രഷൻ ചെയ്തതിന് ശേഷം എടുക്കാം കേട്ടോ. ഒരു സെക്കൻഡേ. ഞാൻ അറ്റൻഡൻസിലേക്ക് കിടക്കുകയാണ്. 2 പ്രാവശ്യം അറ്റൻഡൻസ് എടുക്കുന്നു.